ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് ഗൈസ്? എല്ലാവർക്കും സുഖമല്ലേ? സുഖാണെന്ന് വിശ്വസിക്കുന്നു ഗൈസ്. അപ്പം ഞാൻ വീഡിയോയുമായി വന്നിരിക്കുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ബൂം. വേറെ പണിയൊന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരിക്കാന്ന് പറഞ്ഞ ആരാ പറഞ്ഞ വെറുതെ ഇരിക്കാന്ന്? ഓ, ഞങ്ങളെ വീട്ടിലുള്ള പണിയൊക്കെ ഇയാളാന്ന് എടുക്കുന്നത് ആണോ? രാവിലെ എണീക്കണം, രാവിലെ ഫുഡ് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കുട്ടീനെ നോക്കണം, ഡ്രസ്സ് അലക്കണം, ഡ്രസ്സ് അടുത്തിടണം, വീട് ക്ലീൻ ആക്കണം, പാത്രം കഴുകണം, ചോറ് വെക്കണം, അങ്ങനെ 100,000 പണി ഉണ്ടാവും. അപ്പോൾ ആ പണിയൊക്കെ നിങ്ങളാണോ വന്നിട്ടെടുക്കുന്ന ഈ പറയുന്ന ആളാണോ? ആ ടൈമിൻ്റെ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ഒരു 2-3 വീഡിയോ ഇടുമ്പോൾ അപ്പോഴൊരു ചൊരിച്ചിലാണ്. ഇങ്ങനെ ചൊരിയാൻ വരില്ല, ഞാനും തിരിച്ച് മാന്തും കേട്ടല്ലോ. പിന്നെ അത് പോട്ടെ, അത് ഈ കമൻറ്റ് പറഞ്ഞാൽ കിട്ടതാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നില്ല, വേണ്ട. എന്തിനാ ആളെ ക്യാരക്ടർ ഞമ്മ എടുത്ത് കാണിക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ? പിന്നെ വീഡിയോ എടുക്കുന്ന അലിഞ്ഞാട്ടോ, ആ വീഡിയോ എടുക്കുന്ന എൻ്റെ ഇഷ്ടം. ഞാൻ ആരെ വളപ്പിലോ ആരെ എടുത്തൊന്നും വീഡിയോ എടുക്കാൻ വരുന്നില്ല. ഞാൻ വീഡിയോ എടുക്കുന്നതോ ഞാൻ അലിഞ്ഞാടുന്നതോ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ അലിഞ്ഞാടക്കാത്ത നിൽക്കുക. ഓക്കെ, ഞാൻ വീഡിയോ എടുക്കുന്നതോ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതോ അതെൻ്റെ ഇഷ്ടം. ഈ പറയുന്ന ആൾക്കൊരു കുഴപ്പമില്ലല്ലോ, ഞാൻ വീഡിയോ ഇടുന്നതും വീഡിയോ ആക്കുന്നില്ലല്ലോ. നിങ്ങളെ ഫോണിലോ നിങ്ങളെ നാട്ടിലോ നിങ്ങളെ വീട്ടിൽ വന്ന് ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്നോ? പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? നിങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ വരുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? ഞാൻ വീഡിയോ എടുക്കുന്നില്ലേ? അപ്പോൾ എന്നെ കുറിച്ചിട്ട് ആരും അഭിപ്രായം പറയണ്ട. ഓക്കെ, ഫസ്റ്റ് നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരെ നോക്ക്, എന്നിട്ട് ബാക്കിയെല്ലാം നന്നാക്കാൻ വാ. അല്ല പിന്നെ കുറ്റം പറയാനായിട്ട് കുറേ പേരുണ്ടാവും. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്കിഷ്ടത്തിന് വേണ്ടിയിട്ടാണ്, അല്ല പിന്നെ എന്നെ കുറ്റം പറയുന്ന ആൾക്ക് വേണ്ടിയല്ല. ഓക്കെ, പിന്നെ കുറ്റം പറഞ്ഞ ആൾ ഇപ്പുറത്തെ ജീവിൽ കേൾക്കും, അപ്പുറത്തെ ജീവിൽ വിടും, അത്രേ ഉള്ളൂ. ടേക്ക് ഇറ്റ് ഈസി. പിന്നെ മഴ ഒന്നുമില്ല, ബെഡ്ഷീറ്റെല്ലാം നെലിച്ചിട്ട് ആർത്തിട്ടിട്ട് ഇപ്പം മോടം പിടിക്കുന്നുണ്ടോ? പക്ഷെ മഴ വരാൻ ചാൻസ് എല്ലാം ഉണ്ട്, നല്ല വെയിലാവാ. എല്ലാം അൽക്കാനിട്ടുണ്ട് ഡ്രസ്സ്, പിന്നെ അത് വേണം ആർത്തിടാനുണ്ട്. ഞങ്ങളെ മുറ്റം നോക്കിയാൽ ഫുള്ള് ബറവലായി. ഇനി മിനാന്ന് ക്ലീൻ ആക്കിയതേ ഉള്ളൂ. ഇപ്പം പിന്നെ മഴക്ക് ഡെയിലി അടിക്കാനൊന്നും പറ്റൂല. എന്ന് വെച്ചാൽ ഇങ്ങനെ ചേറുണ്ടാവില്ല, വെള്ളം വന്നിട്ട് ഇങ്ങനെ ചേറ് കെട്ടി നിൽക്കും, പിന്നെ ആ ചേറോടെ വരും അടിച്ചാൽ. അപ്പോൾ ഗൈസ് എന്നെ എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കായിരുന്നു, പക്ഷെ എനിക്ക് എത്തും ഗൈസ്. ഞാൻ ഹായ് എന്നെ എടുത്തു ഗൈസ്, താങ്ക് യു. എനിക്കൊരു ഇട്ടറിനി ഹായ് എന്നെ പൊന്തിച്ചല്ലോ, ഒരു ബാക്ക് തന്നു എനർജി കിട്ടട്ടെ. പുറത്ത് മഴയില്ല എന്ന് പറഞ്ഞ ഞാൻ വായിലിട്ടോ. ഇതാ മഴപ്പാറ്റാണ് ഗൈസ്. ഏത് ടൈമിലാണ് ഞാൻ നല്ല വെയിലാന്നൊക്കെ പറഞ്ഞത്. ഡ്രസ്സ് അലക്കുന്നുണ്ട്, എവിടെ ആർത്തില്ലാന്നൊന്നും അറിയില്ല കേട്ടോ. ഇതാ മഴ പാറ്റുന്നുണ്ട്. നല്ല മഴയാണ് ഗൈസ്. മഴ മഴ കുട കുട മഴ വന്ന പൊപ്പിക്കുട. ഗൈസ് ഈ പാട്ടാർക്കൊക്കെ ഓർമ്മയുണ്ട് ഗൈസ്. ഭയങ്കര എഡസ്മിൻറ്റിലൊക്കെ ഭയങ്കരമായിരുന്നു. ടി വി ഒക്കെ നോക്കുമ്പോൾക്ക് ഈ പാട്ട് തന്നെ ഓർമ്മ ഉണ്ടാവുക മനസ്സിൽ മുഴുവനും. ഇതിലാർത്തിട നമ്മളെ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഡ്രസ്സ് അടുത്തിരുന്നേ, എണിച്ചോ? ഇനി വീഡിയോ എടുക്കുന്നില്ല, കുഞ്ഞെണിച്ചിന്. തൊട്ടിലൊക്കെ മാറി കേട്ടോ, തൊട്ടിൽ അലക്കായിട്ട് ഉണങ്ങിയിട്ടില്ല. ഇപ്പോൾ സാരി കൊണ്ടാണ് ഉയ്യലാടുന്നത് എൻ്റെ കുഞ്ഞ്. ഉണങ്ങിക്കേട്ടോ, ഞാൻ ഉപ്പതിലാക്കില്ല. ഭയങ്കര ജലദോഷമാണ് ഗൈസ്. എനിക്ക് മാറുമ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ജലദോഷം വന്നാൽ നാളെ കുഞ്ഞിക്കായിരിക്കും ജലദോഷം. അവനക്ക് ഇന്നലെ അതിനകത്ത് നല്ല പനിയായിരുന്നു, മരുന്നൊക്കെ കുറച്ചിട്ട് മാറി മാഷാ. ഇപ്പം എനിക്ക് ജലദോഷമാണ്. എന്താണെന്നറിയില്ല ഗൈസ്, എനിക്ക് കുറേ നാളായിട്ടും മന്തി കഴിക്കാൻ കൊതിയായിട്ട്. എന്താണ് മന്തി ഒരു വികാരമാണ് കേട്ടോ. മന്തിയൊക്കെ അത്രയ്ക്കും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഗൈസ്? മന്തി ലവർ ആരൊക്കെ ഉണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വന്ന് കട ഒന്ന് പോയി ചോദിച്ചാലോ, എനിക്ക് മന്തി വേണം. എനിക്ക് എൻ്റെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. കമൻ ഗൈസ്. ഇക്ക എനിക്ക് മന്തി വേണം, ഓർഡർ ചെയ്യാം ഗൈസ്. നിങ്ങളെ വീട്ടിലുണ്ടോ ഇതുപോലെ ആൾ? ഓള് പറയുമ്പോൾ അപ്പം തന്നെ ഓർഡർ ചെയ്യുന്ന ആൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. മുത്തിക്ക അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റിൽ നമ്മളെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് തരും മന്തി. മന്തി മന്തി മന്തി.
ഹലോ മന്തി. ഗൈസ് എൻ്റെ മുകളിലെ പിമ്പിൾസ് ഒക്കെ പോയിട്ടുണ്ടായി, പിന്നെയും പൊന്തിക്കൊണ്ട് വരാണ് കേട്ടോ പിമ്പിള്. ഞാൻ എത്രേ ട്രൈ ചെയ്താലും പിമ്പിൾ പോകാൻ പിന്നെയും വരും. ഒരു 2 മാസം നമുക്ക് പിന്നെയും വരും കേട്ടോ ഈ പിമ്പിളൊക്കെ. എന്താ അല്ലേ ഗൈസ്, എന്താ ചെയ്തിനൊക്കെ. ഞാൻ കായിൻ്റെ ഇട്ടാൽ അവസ്ഥ എന്താ അറിയാം, എൻ്റെ മോനുണ്ടല്ലോ ഇങ്ങനെ കായിൻ്റെ ഇങ്ങനെ എടുത്ത് വലിച്ച് പൊട്ടിക്കും. ഇപ്പോൾ എനിക്ക് പ്രസവശേഷം എൻ്റെ മോനൊക്കെ സമ്മാനം തന്നിന് മുടി പൊരിച്ചൽ, ബ്രസ്റ്റ് പെയിന്, വേറെ ചാട്ടം, ബാക്ക് പെയിന്, ഷോൾഡർ പെയിന്, അങ്ങനെ പലതും എനിക്ക് എൻ്റെ മോന് സമ്മാനം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം സമ്മാനം. എൻ്റെ മുടി നോക്കിയോ, മുടി മുഴുവനും പോയേട്ടോ. മുടി ഇങ്ങനെ വാരം കൊണ്ടല്ലോ ഇത്ര കെട്ടിക്കെട്ടായിട്ട് മുടി കൊഴിഞ്ഞ് വീഴാണ്. ഈ മുടി പോകുന്നതിന് എന്താ ചെയ്യാന്നറിയില്ല ഗൈസ്. നിങ്ങൾ ടൗണിൽ പോകാൻ കേട്ടോ. ഞങ്ങൾ കറണ്ട് ബില്ല് കെട്ടാൻ പോവാണ് കേട്ടോ. കറണ്ട് KCB ഓഫീസ്. ഞങ്ങൾ മാച്ച് ഡ്രസ്സ് ഇട്ടാ കേട്ടോ. ഇക്ക റെഡ് ഷർട്ട്, ഞാൻ റെഡാണ് ഗൈസ്. ഇങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. പറഞ്ഞിട്ടുണ്ട് ആമ നടക്കുന്ന പോലെ നടക്കാനാ, ഇക്ക ജിങ്ക ഓടുന്ന പോലെ ഓടാണ് ഗൈസ്. എൻ്റെ കൈയും പോലും പിടിക്കാത്ത. നോക്ക് ഗൈസ്, കൈ പിടിക്കട കിട്ടിയിട്ടോ. നിങ്ങൾ പോകാൻ അവിടെ ഉപ്പ അങ്ങനെ കറണ്ട് ബില്ലൊക്കെ കിട്ടിയിട്ടോ. ഞങ്ങൾ ഗൈസ് കുഞ്ഞിക്ക് മാത്രം വാങ്ങാനുണ്ട്, മെഡിക്കലൊന്ന് പോകണം. പിന്നെ ഗൈസ് ഞങ്ങൾ ഓർഡറാക്കിയത് സംഭവം അത് ഞങ്ങൾ ക്യാൻസൽ ചെയ്തേട്ടോ. ഇക്ക മന്തി ഓർഡറാക്കിയത് ഞങ്ങൾ ക്യാൻസൽ ചെയ്തേട്ടോ. എന്തെങ്കിലും ടൗണിൽ പോകാനുണ്ടല്ലോ, ഇക്ക പറഞ്ഞു നമുക്ക് അവിടെ പോയിട്ട് തന്നെ വാങ്ങാമല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ തന്നെ ഹോട്ടലിൽ പോയിട്ട് എങ്ങനെ പോകാനുണ്ടായിരുന്നു, അങ്ങനെ ഹോട്ടലിൽ പോയിട്ട് മന്തിയൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാണ് ഗൈസ്. മന്തി ലവർക്കാണ് കേട്ടോ ഇത്. മന്തി പെപ്സി മയോനീസ്, മന്തി പെപ്സി മയോനീസ് ഗൈസ്. കച്ചമ്പർ, സലാഡ്, ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഉച്ചഭക്ഷണം ഗൈസ്. ഇത് ഞാൻ പോയി കഴിക്കാൻ പോവാണ് ഗൈസ്. ഈ മന്തിക്കുണ്ടല്ലോ ഇങ്ങനെ മയോനീസ് ഉണ്ടല്ലോ ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ കുഴച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ വാരി വയ്ക്കണം ഗൈസ്. അതൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. എനിക്കൊരു ചിക്കൻ പീസ് കൂടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വായിക്കണം ഗൈസ്. വല്ലാത്തൊരു വികാരമാണ് ഗൈസ്. മന്തി എന്ന് വെച്ചിട്ട് മന്തി കഴിച്ചിട്ടായി ഗൈസ്. വേറെ ഫുള്ളേതാ മന്തി ബാക്കിയാണ് ഗൈസ്. അങ്ങനെ തന്നെ നിങ്ങൾ വീട്ടിലുണ്ടോ ഗൈസ് മന്തി എന്ന് ആഗ്രഹിച്ചിട്ട് പിന്നെ മന്തി കഴിക്കാതിരുന്നവരുണ്ടോ? കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടായിട്ടോ. അങ്ങനെയാണല്ലോ ഇഷ്ടപ്പെട്ട ഭക്ഷണം, അത് കുറച്ച് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് വേറെ നിറയും. അത് കണ്ടിട്ട് വേറെ നിറയും കേട്ടോ, കഴിച്ചിട്ടല്ലെങ്കിലും അതൊരു വല്ലാത്തൊരു ഫീലാണല്ലേ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു. ഞങ്ങളുടെ വീഡിയോത്തെ പരിപാടി, ടൗണിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ വീട്ടിലെത്താനായി ഗൈസ്. ഇങ്ങനെ വീഡിയോ എടുത്താലും ഗൈസ് നല്ല സപ്പോർട്ടാണ്. നമ്മൾ എന്താണ് ഗൈസ് ഇങ്ങനെ വീഡിയോ എടുത്താലും ഒന്ന് മുകളിലോട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാത്ത, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഞാനൊന്ന് മുകളിലോട്ട് പോട്ടെ. ആ മുകളിലോട്ടല്ല കേട്ടോ, റീച്ചിട്ട് മുകളിലോട്ട് പോട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്.